ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് നിഫ്റ്റി 4 ദിവസത്തെ കണ്ടിന്യൂസ് റാലിക്ക് ഇന്നലെ ഒരു ഭംഗം വന്നു. ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റി 121 പോയിന്റും സെൻസെക്സ് 500-ൻ്റെ അടുത്ത പോയിന്റും ഫോൾ രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റി 130 പോയിന്റ് മാത്രം ഫോള്. എന്നാൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഇന്നലെ പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. ഓട്ടോ സെക്ടറിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ABS ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം നിർബന്ധമാക്കിയത് കാരണം ഹീറോ മോട്ടോകോർപ്പ്, മാരുതി പോലുള്ള കമ്പനീസ് ഫോള് രേഖപ്പെടുത്തി. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച. എന്നാൽ ഇന്നലെ ഈ ഒരു ഫോളിന് FISൻ്റെ ഭാഗത്തു നിന്ന് ഒരു പങ്കുണ്ട്. FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിരുന്നു. അവർ ഏകദേശം 833 കോടി രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തി. DIs 3800 കോടി രൂപയ്ക്ക് ഇന്നലെ ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ DIs കഴിഞ്ഞ 2 മാസവും ഇപ്പോൾ ഏകദേശം ഒരു 70,000 കോടി രൂപയ്ക്ക് മുകളിൽ അവർ ബൈയിങ് മോഡലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ FIS കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നലെ സെല്ലിങ്ങിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ജൂലൈ മാസം ഇന്ന് തുടങ്ങുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നെഗറ്റീവായിരുന്നു. എന്നാൽ US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. US വിക്സ് വലിയ തോതിൽ ക്രാഷ് ചെയ്ത് US മാർക്കറ്റ് കൂൾ ഡൗൺ ആവുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ ഏറ്റവും താഴെ US വിക്സ് ഇന്നലെ 25% ക്രാഷായി, അഥവാ 5% ക്രാഷായി 15 നിലയിൽ എത്തി നിൽക്കുകയാണ്. നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു 96 പോയിന്റ്, ഡോ 275 പോയിന്റിൻ്റെ പോസിറ്റീവ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവിൽ അടിച്ചത് കാണാൻ സാധിക്കും. FTSE, CSE 40, ഡാക്സ്. അതിന് മുകളിലുള്ള ഇന്ത്യ വിക്സ് കാണാം. ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 3% സ്പൈക്ക് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പ്ലസ്സിലാണ്. ജപ്പാൻ മാർക്കറ്റ് ഇടിവിലാണ്. അതിന് മുകളിലുള്ള കൊറിയ, ചൈന, ഓസ്ട്രേലിയ പ്ലസ് ആണ്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം. $13 പെർ ഔൺസിന് ഉയർന്നു. ഏറ്റവും ടോപ്പിലേക്ക് പോകണമെങ്കിൽ ബിറ്റ്കോയിൻ $1,100 ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ ഉള്ളത്. അപ്പോൾ ഗോൾഡ് ഇന്ന് കയറിയിട്ടുണ്ട്, $13 പെർ ഔൺസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് കാണും എന്നുള്ള പെർസ്പെക്റ്റീവിലൊക്കെ നമ്മൾ നോക്കി കാണുമ്പോൾ ഗോൾഡ് പതിയെ മുകളിലേക്ക് മാത്രം പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. PCR ഏറ്റവും ടോപ്പിൽ കാണാം. ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ PCR 0.6 ആണ്. അതായത് കൂടുതൽ ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 25,517 ആണ് അറ്റ് ദ മണി കാണാം. ഡോട്ടഡ് ലൈൻ 25,600 700 കൂടുതൽ കോൾ റൈറ്റിംഗ് ആണ് കാണുന്നത്. പുട്ടിലിപ്പോൾ 25,300 ആണ് ഏറ്റവും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. ഈ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡ്, ഈവൻ ഓപ്ഷൻ എന്ന് പറയാൻ കാരണം ഓപ്ഷനിൽ തന്നെ ഫാർ OTMൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്സ്റ്റോക്കിൽ മാത്രമാണ്. അപ്പോൾ ഇതിലെ ലീഡിംഗ് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. $1 പോലും മുടക്കാതെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ BEL കമ്പനി അവർക്ക് 528 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. NCC റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർക്ക് 1,690 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. സോണ BLV കമ്പനി അവർ റെയർ എർത്ത് മാംഗനീസിൻ്റെ എല്ലാം തന്നെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. IRDA കമ്പനി ഇവരുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 31% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. ടോട്ടൽ ലോൺ ബുക്ക് അഡ്വാൻസ് ഏകദേശം 80,000 കോടി രൂപ കവിഞ്ഞിട്ടുണ്ട്. കൽപാത്രു പ്രൊജക്റ്റ് കമ്പനി 986 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ടോറൻറ്റ് ഫാർമ കമ്പനി അവർ 19,500 കോടി രൂപയ്ക്ക് JB കെമിക്കൽസിന് അക്യൂസിഷൻ ചെയ്തു. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനി ഇവരുടെ ഈ ഫാർമ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യും. 1 ഇയറിനുള്ളിൽ കമ്പനി ലിസ്റ്റ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. യൂനോ മിൻഡ കമ്പനി അവർ 169 കോടി രൂപ മുടക്കി യൂനോ മിൻഡ EV സിസ്റ്റത്തിൻ്റെ 50% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഹിൻഡ് കോപ്പർ കമ്പനി ഇവർ കോൾ ഇന്ത്യയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. SCBൻ്റെ 1000 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ബക്കാനഗർ സോളാർ പവർ അതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. KSP കമ്പനി ഇവർക്ക് LNTയുടെ ഭാഗത്തുനിന്ന് ഓർഡർ ലഭിച്ചു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി സദേൺ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് 27 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡിഫ്യൂഷൻ എഞ്ചിനീയറിംഗ് കമ്പനി 48 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പ്രസ്റ്റീജ് റിയൽ എസ്റ്റേറ്റ് കമ്പനി 3,550 കോടി രൂപയുടെ ചെന്നൈയിൽ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് കമ്പനി ആരംഭിച്ചു.
ഹഡ്കോ കമ്പനി ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 54% വർദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള നമ്മുടെ വാർത്തകൾ. വൈകിട്ട് 7 മണിക്ക് മറ്റുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു, ബൈ.